ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നലെ എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ചോ? ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ ക്രിസ്മസ് ആഘോഷം കൂടി ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടെ ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവാനായിട്ട്, മുഖം നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി ഫേസ് പാക്കാണ്. നമുക്ക് ഈ വേണമെങ്കിൽ ഈ ഫേസ് പാക്ക് എല്ലാ ദിവസവും നമ്മുടെ മുഖത്ത് തേക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിറമൊക്കെ വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണയായാലും ഈ ഒരു പാക്ക് നമുക്ക് മുഖത്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാക്കിൻ്റെ കൂടെ നമുക്ക് വേറെ സാധനങ്ങൾ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാൽ ഈസിയാണ്. എല്ലാവർക്കും ഈ ഒരു പാക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തേച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് വന്നിട്ടുണ്ടോ. അരിപ്പൊടി നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ. ഇനി അരിപ്പൊടിയിലായിട്ട് നമുക്ക് കുറച്ച് പാല്, തിളപ്പിക്കാത്ത പാലാണ്, പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഒരു ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പാല് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കാം. വറുക്കാത്ത അരിപ്പൊടിയാണ് ഇച്ചിരി കൂടുതൽ നല്ലത്. കട്ടയില്ലാണ്ട് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലോട്ട് നമുക്കൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം അരിപ്പൊടിയൊക്കെ തേക്കുമ്പോൾ നമ്മുടെ മുഖം ഒന്നും കൂടെ ഡ്രൈ ആകും. അപ്പോൾ ആ ഡ്രൈനെസ്സൊക്കെ മാറാനായിട്ട് നമുക്ക് കുറച്ച് ഗ്ലിസറിൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതിയേ, കുറച്ച് മാത്രം മതി കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലിസറിൻ, പാല്, അരിപ്പൊടി നല്ലോണം മിക്സ് ചെയ്യട്ടെ. വേണമെങ്കിൽ ഈ പാക്ക് ഒരു 5 മിനിറ്റൊക്കെ റെസ്റ്റിന് വെച്ചതിന് ശേഷം എടുക്കുവാണെങ്കിൽ ആ അരിപ്പൊടി, പാലും ഗ്ലിസറിനും എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടുമേ. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ഒന്നും വെക്കുന്നില്ല കേട്ടോ. ഞാൻ അപ്പം തന്നെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുകയാണേ. മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. ഇത് മുഖത്ത് മാത്രമല്ല, കഴുത്തിൽ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം, നമ്മുടെ കൈകളിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ഈ പാക്ക് തേക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉച്ചനേരത്തൊന്നും തേക്കണ്ട കേട്ടോ. എനിക്കിപ്പോൾ വീഡിയോ എടുക്കണമായതുകൊണ്ട് ഞാൻ ഈ ഉച്ചനേരത്താണ് ഈ ഒരു പാക്ക് മുഖത്ത് തേച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് എനിക്ക് കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഏതായാലും കഴുത്ത് തേക്കുന്നില്ല. അപ്പോൾ ഞാൻ മുഖത്ത് മാത്രം തേച്ച് കാണിച്ചു തരാം കേട്ടോ. ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഒരു ബ്രൈറ്റ് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും. പിന്നെ ഗ്ലിസറിനൊക്കെ ചേർത്തുകൊണ്ടേ നമുക്ക് നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ. പിന്നെ ചുളിവൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഗ്ലിസറിന്. ഇപ്പോൾ ഏതൊരു പാക്ക് എടുത്താലും അതിൻ്റെ കൂടെ കുറച്ച് ഗ്ലിസറിന്, ഒരുപാട് നല്ല, കുറച്ച് മാത്രം നമ്മൾ എടുക്കുന്ന അനുസരിച്ച്, നമ്മുടെ പാക്ക് എടുക്കുന്ന അനുസരിച്ച് കുറച്ച് ഗ്ലിസറിൻ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മുഖത്ത് വയ്ക്കുവാണെങ്കിൽ മുഖം ഇങ്ങനെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല കേട്ടോ. അത് നല്ലതാണേ. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ, നല്ല തണുപ്പും ഉച്ചയ്ക്ക് നല്ല ചൂടും. എന്താ കാലാവസ്ഥ അല്ലേ. ഈ മുഖം ഒരുപാട് അങ്ങ് തണുത്ത് നമ്മുടെ മുഖം നല്ല ഒരു കറുപ്പ് പോലെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടറും കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ മുഖത്ത് നിന്ന് തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് മുഖം കഴുകുവാണെങ്കിൽ അടിപൊളിയാണ്. ഞാനിപ്പോൾ അങ്ങനെ തേക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാലാവസ്ഥയിനനുസരിച്ച് നമ്മുടെ പാക്കിനൊക്കെ, നമ്മുടെ ഫേസ് പാക്കിനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് വരുത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഓയിലാണെങ്കിലും മുഖത്ത് നല്ലോണം തേച്ച് കൊടുത്തിട്ട് കഴുകിക്കളഞ്ഞാലും മതി. ഇപ്പം ഞാനിപ്പോൾ ഓയിലിപ്പോൾ തേക്കുന്നില്ല. ഇപ്പം ഞാൻ തേക്കുന്നത് ഗ്ലിസറിനും റോസ് വാട്ടറും കുറച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നോക്കിക്കോളൂ. അതിന് ശേഷം മുഖം നമ്മൾ സാധാരണ രീതിയിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകാട്ട് ചെയ്യുന്നത്.
ഇപ്പം തന്നെ ഡ്രൈ ആവും കേട്ടോ. ഡ്രൈ ആവും, നമുക്ക് കഴുകി കളയാവേ. അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ നമുക്ക് ഡെയിലി തേക്കാവുന്ന, കുഴപ്പമില്ല കേട്ടോ. കാരണം അരിപ്പൊടി നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും തേക്കുന്നതുകൊണ്ട് ഒരുപാട് നേരം മുഖത്ത് അങ്ങ് തേച്ച് പിടിപ്പിക്കും വേണ്ട. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി മുഖത്ത്, അന്നേരം കഴുകിക്കളഞ്ഞാൽ മതിയിട്ട്. എല്ലാ ദിവസവും തേക്കുന്ന ആൾക്കാരോട് പറയുന്നത്, ആഴ്ചയിൽ 3 തവണ തേക്കുവാണെങ്കിൽ അത്യാവശ്യം ഡ്രൈ ആയതിനു ശേഷം കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ നല്ലവണ്ണം പൊടിച്ച് കിട്ടണം അരിപ്പൊടി, ഒരു തരി പോലും വരരുത്. കാരണം നമ്മൾ എല്ലാ ദിവസവും തേക്കുമ്പോൾ ഒരു സ്ക്രബായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസവും തേക്കുന്നവരോടാണ് പറയണത്, അല്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ. എന്നാലും അധികം തരികളൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ണിൻ്റെ താഴെ കറുപ്പ് കുറയാനൊക്കെ നല്ലതാണ്. പിന്നെ ഗ്ലിസറിൻ ചേർത്തുകൊണ്ട് ഈ ഒരു പാക്ക് ഇവിടെ തേക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വലിയ ചുളിവുകളൊന്നും വരത്തില്ലേ. ഗ്ലിസറിൻ തേക്കാതെ നമ്മൾ പാലും അരിപ്പൊടി മാത്രമാണെങ്കിൽ കണ്ണിൻ്റെ സൈഡ് തേക്കണ്ട, കാരണം ഇങ്ങനെ ഡ്രൈനെസ് വരും. അപ്പോൾ ഗ്ലിസറിൻ ചേർത്തതുകൊണ്ട് ഞാനത് ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഡ്രൈ ആവും, നമുക്ക് കഴുകി കളയാം കേട്ടോ. ഇതും ഡ്രൈ ആയിക്കോളാം, അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി നമുക്ക് മുഖത്ത് ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. അരിപ്പൊടി നന്ന തരികളൊന്നും ഇല്ലാതിരിക്കണം, എങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരുപാട് നേരം മുഖത്ത് വെക്കുകയും ചെയ്യരുത്. മാക്സിമം 10 മിനിറ്റൊക്കെ വെക്കുക. എല്ലാ ദിവസവും തേക്കുന്നവരുടെ കാര്യമാണ് പറയണത്. ആഴ്ചയിൽ 3 തവണ തേക്കുന്നവർ ഒരു 15 മിനിറ്റൊക്കെ മുഖത്ത് വെച്ചതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ മുഖം കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ മുഖത്ത് അങ്ങ് തേക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ ചേർത്തുകൊണ്ട് ഈ ഒരു പാക്ക് ഒരുപാട് അങ്ങ് ഡ്രൈ ആവത്തില്ല. അതിപ്പോൾ കണ്ടില്ലേ, മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ്. അരിപ്പൊടി നമ്മൾ പാല് തേക്കണ്ട, വെറുതെ വെള്ളത്തിൽ ചാലിച്ച് തേച്ചാലും അത്യാവശ്യം നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും. അപ്പോൾ പാലും കൂടി മിക്സ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് തിളങ്ങില്ലേ. പിന്നെ ഗ്ലിസറിൻ കൂടി ചേർക്കുമ്പോഴത്തേക്കും മുഖം നല്ലൊരു ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നല്ലൊരു പാക്കാണിത്. അപ്പോൾ ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസി ഫേസ് പാക്കാണിത്. ഏറ്റവും നല്ലത് വറക്കാത്ത അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത്. സ്കിൻ നല്ല ബ്രൈറ്റ് ആവാൻ ഏറ്റവും നല്ലത് വറക്കാത്ത അരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് അരി എടുത്ത് നല്ല വൃത്തി കഴുകിയിട്ട് മിക്സിയിൽ ജാറിൽ നന്നായിട്ട് അങ്ങ് പൊടിച്ച് കുറച്ച് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് മുഖത്തങ്ങ് തേക്കുക. മുഖത്ത് മാത്രമല്ല, കഴുത്തിലും കൈകളിലും കാലിലും ഒക്കെ നമുക്ക് ഈ ഒരു പാക്ക് തേക്കാവുന്നതാണ്. ആ ഒരു എന്താ പറയുക, കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം മാറും. സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളിയായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച പാക്ക് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ കുളിക്കാൻ നേരത്തെ കഴുത്തിലും കൈകളിലും ഒക്കെ തേച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇന്നലത്തെ വിശേഷം കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ക്രിസ്മസ് ആയിരുന്നല്ലോ, അപ്പോൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയതും പിന്നെ പടക്കം പൊട്ടിച്ചതും അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. സ്കൂൾ അടച്ചു, അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ചിത്രമൊക്കെ വരയ്ക്കാമല്ലേ. അപ്പോൾ വാവിച്ചിത് ആ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തുടങ്ങിയതാണ് വരയൊക്കെ, ഇപ്പോഴൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കണത്. നല്ല ചിത്രമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കിഷ്ടമായോ? ഇന്നലെ ക്രിസ്മസ് അല്ലായിരുന്നോ? അന്നേരം ഞങ്ങൾ രാവിലെ കള്ളപ്പം ചുട്ടായിരുന്നേ. വർഷത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ കള്ളപ്പമൊക്കെ ചൂടാറുള്ളൂ കേട്ടോ. മിക്കവാറും നമ്മൾ ക്രിസ്മസ് സമയത്തൊക്കെ ചൂടാറുള്ളൂ. അപ്പോൾ രാവിലെ കള്ളപ്പവും കൂടെ നല്ല അടിപൊളി ബീഫ് കറിയായിരുന്നേ. ബീഫ് കറി ഉണ്ടാക്കിയത് ചേട്ടായി ആയിരുന്നു കേട്ടോ. പിന്നെ ഉച്ചത്തേക്കുള്ള ആ ചിക്കൻ ഫ്രൈ ചെയ്തതും ചേട്ടായി തന്നെയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറി. ചതച്ച മുളകൊക്കെ ഇട്ടപ്പോഴത്തേക്കും നല്ല രുചിയുണ്ടായിരുന്നു. വെള്ളം ചേർക്കാണ്ട് തന്നെ ഇങ്ങനെ വരട്ടി എടുത്താൽ കേട്ടോ. എനിക്ക് തോന്നുന്നു ബീഫ് കറിനേക്കാളും നല്ല ടേസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്തത് തന്നെയാണ്. ചേട്ടായി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് മടുത്തോ? പറയത്തില്ലേ. ഓ, അരിഞ്ഞു തന്നത് ഞാനല്ലേ. ആയിട്ടൊന്നും പറഞ്ഞു. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മളെ കൊണ്ടൊന്ന് കേൾപ്പിച്ചു. നിങ്ങളെല്ലാവർക്കും വീട്ടിൽ എങ്ങനെയാ? അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നത് ആ ഭക്ഷണമൊക്കെ കഴിച്ച് മീൻ കറി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. മീൻ ഇങ്ങനെ വറ്റിച്ച് വെച്ചായിരുന്നു കേട്ടോ. അത് തലേ ദിവസം വെച്ചതായിരുന്നേ. ചൂരമീനായിരുന്നു. ഇപ്പോൾ മീൻ കറി വെച്ചായിരുന്നു, മീൻ വറുത്തു. അതൊക്കെ ഞാനാട്ടോ. ചേട്ടൻ ചിക്കനും ബീഫേ ചെയ്തോളൂ. വൈകിട്ടായപ്പോഴത്തേക്കും നമ്മളതാ ഇനി പടക്കം പൊട്ടിക്കാനുള്ള പോക്കാണ്. അപ്പോൾ കരോളുകാർ വരാനുണ്ട്. അപ്പോൾ അവരും കൂടെ വന്നിട്ട് വേണം ഇനി പടക്കം പൊട്ടിക്കാൻ. അയ്യോ, ചീറ്റിപ്പോയോ? എനിക്ക് പേടിയാ പടക്കം. എൻ്റെ അമ്മ
ഈ പടക്കം ഉണ്ടല്ലോ രാവിലെ തൊട്ട് പൊട്ടിക്കുന്ന കേട്ടോ, ഇതൊന്നും തീർന്നില്ല. ആയിഷ് അടിപൊളി. ആ ഇത് നല്ല രസം കേട്ടോ. ഒരെണ്ണത്തിന് 70 രൂപയാണ്. അടിപൊളിയാ. സൂപ്പർ. ആ ഉണ്ണീസ് മിടുക്കനാണല്ലോ. പേടിക്കണ്ട കേട്ടോ, അച്ഛനെ മേത്തൊക്കെ ഇട്ടേക്കല്ലേ. അതന്നെ. അയ്യേ കുഞ്ഞിനെ വേറും പേടിക്കുന്നുണ്ട്. ഒരു പേടിത്തോടം കുഞ്ഞിനെ കണ്ടോ? അയ്യേ നടക്കേത്. ഉണ്ണിക്കുട്ട വേണോടാ, വേണോടാ. പേടിപ്പെട്ട ആശിക്ക് ഇഷ്ടാണോ? പേടിയാ? അയ്യേ ഇത് പേടിയാണോടാ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.